തൃശ്ശൂരിൽ നവജാത ശിശുക്കളെ കൊന്ന കേസിൽ അനീഷയുടെ വീട്ടിനുള്ളിൽ പരിശോധനയിൽ കുഞ്ഞിൻ്റെ അസ്ഥികൾ കണ്ടെത്തി. പോലീസ് ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. ഇരിങ്ങാലക്കുട RDOയുടെ സാന്നിധ്യത്തിലാണ് പരിശോധന. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്ത്, എന്തൊക്കെയാണ് ഇപ്പോൾ പരിശോധനയിൽ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? ജിംഷാദെ, അനീഷയുടെ വീട്ടിൽ നടത്തിയ പരിശോധന അല്പസമയം മുമ്പ് പൂർത്തിയായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു, ചാലക്കുടി DYSP ബൈജു പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അസ്ഥി നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഇനി അടുത്തത് ബവിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണോ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നേരെ അങ്ങോട്ട് പോകുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം DNA ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഇരുവരെയും കൊണ്ടുവന്ന് ഈ വീടുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2021 നവംബർ 6 അനീഷ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശത്ത് വന്നിട്ട് ഇത്തരത്തിൽ ഒരു പരിശോധന പോലീസ് ഫോറൻസിക് വിദഗ്ധർ നടത്തിയത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ള ഫോറൻസിക് തലവനായിട്ടുള്ള ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു അസ്ഥി ലഭിച്ചിട്ടുള്ളത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അജിംഷാദ്.